മാതാപിതാ ഗുരുദൈവം ഒരു സബ്ജക്റ്റ് ഇട്ട് ആ കാര്യത്തെ പറ്റി ഒന്ന് വിശകലനം ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനൊരു പിതാവായിട്ടില്ല, എങ്കിലും ഒട്ടേറെ പിതാക്കന്മാരുടെ കീഴിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചും അനുസരിക്കാതെയും ഒക്കെ ജീവിച്ചു പോന്നുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അത് പറയാം. മാതാവ്, പിതാവ്, ഗുരു, ദൈവം. നമ്മളെ പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതില് നിവിൻ പോളി അവിടുത്തെ ഒരു സീൻ വന്നപ്പോ ടീച്ചറെ പറ്റിയിട്ട് ഒരു കമന്റ് അവിടുത്തെ ഒരു പ്യൂണ് എന്ന് പറഞ്ഞാൽ ആ കോളേജിൽ പ്യൂണ് ഇട്ടപ്പോ അവിടെ സ്റ്റുഡന്റ് ആയിട്ട് അഭിനയിച്ച നിവിൻ പോളി ഇയാളെ തല്ലിയിട്ട് പറഞ്ഞൊരു ഇതാണ്, മാതാ പിത ഗുരു ദൈവം എന്നല്ലടാ എന്നും പറഞ്ഞിട്ട് മീശയൊക്കെ പിടിച്ച് പോണൊരു സീനുണ്ട്. അതെന്തായാലും നല്ലൊരു ശതമാനം മലയാളികളും ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ സാധ്യതയില്ല. അപ്പൊ ഈ മാതാ പിത ഗുരു ദൈവം എന്ന് പറഞ്ഞ വിഷയം ചെറിയ വിഷയമല്ല. അതിന്റെ അർത്ഥം ചെറിയ അർത്ഥമല്ല, വലിയ അർത്ഥം. മാതാവ്, മാതാവ്, പിതാവ്, പിതാവ്, ഗുരു, ഗുരു, ദൈവം, ദൈവം. മൂന്ന് വിഷയങ്ങൾ, നാല്. മാതാ പിത ഗുരു ദൈവം, 4 ടീംസ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ 4 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൗണാണ്, പേരുകളാണ്. പക്ഷെ നമ്മൾ അതിന് വലിയൊരു എന്താ പറയാ, ഒരു വാക്യമായിട്ട് നമ്മളെ ഭാരതീയർ എടുത്തിട്ടുണ്ട്. മാതാ എന്നാല് അമ്മ, പിത എന്നാല് അച്ഛൻ, താതൻ, തായൻ, തന്തൈ, അങ്ങനെ നിരവധി പര്യായ പദങ്ങളിലൂടെ പോകുന്നു. ഗുരു, ടീച്ചർ, സദ്ഗുരു, അങ്ങനെ പല രീതിയിലായിട്ട് വഴികാട്ടി, അനുഭവജ്ഞാനം നൽകുന്നവൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഗുരു അതിൻ്റെ അർത്ഥം പോണം. പിന്നെന്ത്, അത് അനവധി അർത്ഥങ്ങളുണ്ട്. അല്ലാഹ്, ദൈവം, ഗോഡ്, ഈശ്വരൻ, ശിവൻ, അങ്ങനെ അനവധി രീതിയിൽ ആ നൗണും ആ നാമം മുന്നോട്ട് പോകും. ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള അന്തസത്ത ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്യത്തിലൂടെ. വെറും പേരുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു വാക്യം ഭാരതത്തിൽ ഉണ്ടെങ്കിൽ അത് ഇത് തന്നെയാണ് കേട്ടോ. വേറെ ഉണ്ട്, അനവധി ഉണ്ട് ഭാരതത്തിൽ. ഇതൊക്കെ വരുന്നത് ഗീത, ഭഗവത്ഗീത, ഉപനിഷത്ത്, വേദങ്ങൾ, ഇതെന്നൊക്കെ ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ അംശങ്ങൾ പല ആളുകളും എടുത്തിട്ടുണ്ട്. അത് ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ്, ഹിന്ദു, ഏതിലും അതിൻ്റെയൊക്കെ അന്തസത്ത കാണാൻ പറ്റും. പല പല വിധത്തിൽ, എല്ലാ ബൈബിളിലും ഖുറാനിലും എല്ലാത്തിലും കാണാൻ പറ്റും. അപ്പൊ ഈ വാക്യം മാതാ പിത ഗുരു ദൈവം അർത്ഥം കൊണ്ടെടുക്കണം. അമ്മ ഒരു സ്ത്രീയാണ്. എപ്പോഴാണ് അമ്മയാവണത്? പ്രസവിക്കുന്നതോട് കൂടിയിട്ടൊരു സ്ത്രീ അമ്മ ആവണില്ല. ശരിക്കും പ്രസവിച്ച് ആ കുട്ടീനെ നോക്കാനോ ഒന്നും തയ്യാറല്ലാതെ ആ സ്ത്രീ അത് അതിൻ്റെ പാട്ടിന് പോവാണെങ്കിൽ ആ സ്ത്രീ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. പ്രസവിച്ച് 1, 2, 10 കുട്ടികളെ, ഇനിയിപ്പോൾ എത്ര കുട്ടികളെ പ്രസവിക്കാൻ പറ്റും അത്രയും കുട്ടികളെ പ്രസവിച്ച് അതും ഒരുപാട് സ്ഥലത്തുനിന്ന്, ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണോ എന്നുള്ള ചോദ്യമുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് പല വിധത്തിൽ പ്രസവിച്ച്, അങ്ങനെയല്ല, ഒരു പതിയുടെ കീഴിൽ എത്രയോ പ്രസവിക്കട്ടെ. ഒരു പതിയുടെ, ഒരു ഭർത്താവിൻ്റെ കീഴിൽ എത്രയോ പ്രസവിക്കണം, അത്രയും പ്രസവിച്ച്. ഒന്നാണെങ്കിൽ ഒന്ന് ചിലപ്പോൾ പതി മരണപ്പെടാം, പിന്നെ ആ ഒരു കുട്ടി മാത്രം.
അതല്ലെങ്കിൽ ഒരു 10 പ്രസവിക്കാം, ചിലപ്പോൾ 15 പ്രസവിക്കാം, അപ്പോഴും ഒരു പതി മാത്രം. അങ്ങനെയുള്ള സ്ത്രീ ആ കുട്ടിയുടെ ആ പതി അതിൻ്റെ ഇടയിൽ മരണപ്പെടാം, ചിലപ്പോൾ 15 പ്രസവത്തിന് ശേഷം പതി മരണപ്പെടാം, അതായത് ഭർത്താവ് മരണപ്പെടാം, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോവാം, ഒക്കെ സംഭവിക്കാം. ആ വീട്ടില് ഇരുന്ന്, ആ കൊണ്ടുവന്ന വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ സാഹചര്യം കാരണം പതിയുടെ ഭർത്താവിന്റെ സ്വത്തൊക്കെ അന്യായപ്പെട്ടു പോവുകയാണെങ്കിൽ ശേഷം സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടോ എങ്ങനെയായാലും ഈ മക്കളെ മുഴുവൻ നോക്കിയിട്ട്, അത് 1 10 മക്കളെ മുഴുവൻ നോക്കിയിട്ട് ഓരോരോ പൊസിഷനിലേക്ക്, അതായത് കളക്ടറും ബാക്കി IAS ഉദ്യോഗസ്ഥന്മാരും അതുപോലെ പോലീസും അങ്ങനെ തന്നെ ആക്കണം എന്നൊന്നുമില്ല. ഈ സമൂഹത്തിലേക്ക് ഭയങ്കരമായ നന്മ ചെയ്യണമെന്നില്ല, നോർമൽ ആണെങ്കിലും ആ രീതിയിൽ ചെയ്ത് അന്ത്യം വരെയും ജീവിക്കുന്ന ഒരു സ്ത്രീയെ, അതിന് വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ, അതിന് വേണ്ട രീതിയിലുള്ള വളക്കൂറുകൾ, വളം, മക്കൾക്ക് വളം കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു സ്ത്രീയെ പക്ക അമ്മ എന്ന് വിളിക്കും. അത് പ്രസവിച്ചത് തന്നെ ആവണമെന്നില്ല. ഒരു സ്ത്രീ പ്രസവിച്ച കുട്ടികളെ തന്നെ നോക്കണമെന്നില്ല. ദത്തെടുത്ത കുട്ടികളാവാം. ഇനി അതല്ല, അവരുടെ അടുത്ത് അനവധി സമ്പത്തുള്ളതിന്റെ പേരിൽ അവരാശ്രയത്തിൽ വന്നതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന അങ്ങനെ ഏതെങ്കിലും വകുപ്പിലോ എന്തെങ്കിലും വകുപ്പില് ആ സ്ത്രീ ഒരുക്കിയ കുറെ കുട്ടികൾ, അവര് ഈ സ്ത്രീയെ അമ്മയായി കാണുന്നുണ്ട്. പ്രസവിച്ചതായിരിക്കില്ല, പക്ഷെ കുറെ ചെറിയ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബിഗ് ബിയിലെ ഒരു സിനിമ വരുമ്പോൾ ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറെ ഉപദേശങ്ങളാണ് അതില് ബിലാല് മമ്മൂട്ടിയുടെ സീൻ. കൊച്ചിയല്ലെന്ന് പറയും, പക്ഷെ ബിലാല് തന്നെ. ഒരു റൗഡിസം തന്നെയായിരുന്നു അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂട്ടിയുടെ ഒക്കെ ചെറുപ്പകാല ചരിത്രം. ആ ചരിത്രത്തില് ഈ ടീച്ചർ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേർവഴിക്ക് നയിക്കാനുള്ള കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവര് പിന്നീട് സത്യസന്ധമായ ക്രിമിനലിസം ചെയ്യുന്ന, അങ്ങനെയൊക്കെയാണ് ആ പടം പോണത്. ഇതൊക്കെ റിയലി നമ്മുടെ പുറത്ത് നടക്കുന്നതാണ്. പക്ഷെ ആ ടീച്ചർ മരണപ്പെട്ടതുമായിട്ടും അതിന്റെ സീനുകളും കാര്യങ്ങളും ഒക്കെ കൂടെ ആയിട്ടാണ് ഈ ബിഗ് ബി എന്ന് പറഞ്ഞൊരു പടം കളിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ ഒരുപാട് പടങ്ങൾ, ഈ പടങ്ങൾ നല്ലൊരു ശതമാനം പടങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്ന ചില കഥകളും പിന്നെ കുറച്ച് ഭാവനകളും ഒക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേയധികവും കേരളത്തിലെ പടങ്ങളും നല്ലൊരു ശതമാനവും മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കഥകൾ തന്നെയാണ്. പുറമേയുള്ള കഥകളുണ്ടല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലൊക്കെ, അവിടെ കുറേയധികം ഫ്രിക്ഷൻസ് ആണ്. അതായത് വെറും ഭാവന തന്നെ തീരെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ കേരളം അംഗീകരിക്കണമെങ്കിൽ നല്ലൊരു ശതമാനം അത് ഉണ്ടായതേ നടക്കുള്ളൂ. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോ ഈ കളിക്കുന്ന എമ്പുരാൻ. ആ എമ്പുരാനില് അവര് സിനിമയില് കുറെ കഥകൾ, ശരിക്കും റിയലായിട്ട് നടന്ന കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടും, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ അവരുടെ ആ കഥ എഴുതുന്നവന്റെ, സംവിധായകന്റെ, അതുപോലെ അഭിനേതാക്കളുടെ, ഇവരുടെയൊക്കെ ഒരു കൂട്ടം ആളുകളുടെ ഒരു ചർച്ച ചെയ്തിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് ഇന്ന് സമൂഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ വെട്ടും തിരുത്തും ഒക്കെ വെച്ചിട്ട്, പക്ഷെ കണ്ടോ, അവിടെ ഒരു സ്വാതന്ത്ര്യം പോലും, പിന്നെ അതിലും അവർക്ക് വെട്ടാനും വേണ്ടി തിരുത്താനും വേണ്ടി കൊടുത്ത പല കാര്യങ്ങളും തിരുത്തിയിട്ടില്ല എന്നതും അവിടെ വിഷയമാണ് കേട്ടോ. പറയാൻ പറ്റുക എന്താണെന്ന് വെച്ചാല്, സെൻസർ ബോർഡ് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ കുറെ സീനുകളുണ്ട്, അതൊന്നും കട്ട് ചെയ്തിട്ടില്ല എന്ന ഒരു വസ്തുത കൂടി. സെൻസർ ബോർഡിൽ ആണെങ്കിലും രാഷ്ട്രീയക്കാരും ബാക്കിയുള്ള എല്ലാവരും അവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം ഇതില് ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇത് ജനസമൂഹത്തിന് എത്രത്തോളം ബാധിക്കാം. കാരണം അവർ കുറച്ചും കൂടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലോ. ആ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടും അവർ ചെയ്യാത്തതാണെങ്കിൽ അപ്പോൾ അതിന്റെ നിയമ നടപടികളൊക്കെ ആ സിനിമ പ്രവർത്തകർ നേരിടട്ടെ. അതല്ലാത്തത് ബാക്കി ജനങ്ങൾ പറഞ്ഞാൽ എന്തൊരു സാധനത്തിന്
അംഗീകരിക്കാൻ പ്രയാസമാണ്. അമ്മ, നമ്മൾ നേരെ അമ്മയിലേക്ക് വരും. അമ്മയ്ക്ക് ഒരുപാട് കുട്ടികളുണ്ടെന്ന് തന്നെ ഒരു നോർമൽ ഒരു അമ്മ, പ്രസവിച്ച ഒരമ്മ, ഒരു 10 കുട്ടികൾ പ്രസവിച്ചു. ഒരു കുട്ടി നല്ലപോലെ, ഒരു കുട്ടി കണ്ണില്ലാതെ, ഒരു കുട്ടി കാതില്ലാതെ, കൈയില്ലാതെ, കാലില്ലാതെ, അങ്ങനെയൊക്കെ പ്രസവിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ. ആ ഒരുപോലെ ആവണമെന്നില്ല. ചിലതിൽ 5 കുട്ടികളിൽ നല്ലതായിട്ടുണ്ടാവും, ചിലത് 5 കുട്ടികൾ മോശമായിട്ട്. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടും ആ സ്ത്രീ ആ കുട്ടികളെ നോക്കി വളർത്തി അവർക്ക് വേണ്ട വിദ്യാഭ്യാസമാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും മുന്നോട്ട് കൊടുത്ത് അവരെ സമൂഹത്തിലേക്ക് പാകപ്പെടുത്തിയെടുത്ത് സമൂഹത്തിന് അവരുടെ മരണം വരെയും ഉപകാരപ്രദമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ അമ്മയുടെ മരണം വരെയും ഉപകാരപ്രദമാണെങ്കിൽ, തീർച്ചയായിട്ടും ആ സ്ത്രീയെ, അത് പ്രസവിച്ചതായാലും ശരി, ഇപ്പൊ ബിഗ് ബിയിൽ കണ്ട പോലെ ആ ഒരു ടീച്ചറിന്റെ ആണെങ്കിലും ആ ഒരു സീനുണ്ടല്ലോ, അതുപോലത്തെ ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട്. കാരണം ചെറിയ ചെറിയ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്നൊക്കെ ഓരോരുത്തരുടെ ക്രിമിനൽസ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വരുന്ന ചില സ്ത്രീകളുണ്ട്, അനവധി സ്ത്രീകളുണ്ട്. പ്രസവിച്ചതായിരിക്കില്ല. ഇപ്പൊ എനിക്ക് തന്നെ പറയുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ അമ്മ എന്ന് വിളിക്കാൻ ഞാൻ എന്നെ പ്രസവിച്ച അമ്മയെ മാത്രമല്ല, എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടിയ, എനിക്കൊരുപാട് വെളിപാടുകൾ കിട്ടിയ ഒരുപാട് അമ്മമാരുണ്ട്. അപ്പൊ എനിക്കൊരമ്മയല്ലേന്ന് വെച്ചാൽ ഞാൻ ഒരമ്മയെന്ന് പറയാം. പ്രസവിച്ച തന്നെ ഒരമ്മയാണെങ്കിലും ശരി, എനിക്ക് ഒരുപാട് അമ്മമാരുണ്ട്. കാരണം അവരുടെ അടുത്തുനിന്നൊക്കെ നല്ല നല്ല ഉപദേശങ്ങൾ എടുക്കും ചെയ്തിട്ടുണ്ട്. ഞാൻ അവർക്കും ചെറിയ എന്തെങ്കിലും, കാരണം നമ്മളൊന്ന് വളർന്ന് ഒരു പക്വതയിലെത്തുമ്പോൾ അവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും, അതിന് എത്ര പ്രായമുള്ള ഒരമ്മയാണെങ്കിലും, അത് അല്ല അതിനേക്കാളും കുറച്ചും കൂടെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് അവരെ കാണിച്ചു കൊടുക്കും. അവരോട് പിന്നെ ഉപദേശിച്ചിട്ടും കാര്യമില്ല. കാരണം അവരുടെ ഒരു പ്രത്യേക സാഹചര്യത്തില്, അവരുടെ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. ആ അമ്മ പിന്നെ തിരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അത് തന്നെ. പിന്നെ അച്ഛൻ, പിതാവ് എന്ന് പറയുമ്പോൾ ഇതേ ഉദാഹരണം തന്നെ. എത്ര മക്കളെ പ്രസവിക്കാൻ കാരണമായോ ആയില്ലേ എന്നതല്ല, പ്രസവിക്കപ്പെടാൻ കാരണമായത് ഒരു കുട്ടിയാണെങ്കിലും ശരി, ആ ആളുടെ ചില ഉപദേശങ്ങൾ, ചില കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിച്ച് അതിനെ കൂടെ ബഹുമാനിച്ച് അവർ ജീവിച്ച് ആ ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ഒരച്ഛന് സമാനം മറ്റുള്ളവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതും പിതാവ് തന്നെ. അങ്ങനെയും വ്യക്തികളുണ്ട്. അപ്പൊ മാതാവും പിതാവും, പിന്നെ ഗുരു, ചില ജീവിത സാഹചര്യങ്ങള്, പ്രാക്ടിക്കൽ അനുഭവങ്ങൾ. ഗുരു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിവാഹം കഴിച്ച ഗുരുക്കന്മാരുണ്ടാവും, വിവാഹം കഴിക്കാത്ത ഗുരുക്കന്മാരുണ്ടാവും, ടീച്ചേഴ്സ്. അത് സന്യാസികളുണ്ടായിരിക്കാം, സന്യാസികളല്ലാത്തവരുണ്ടായിരിക്കും. പലരും ഗുരുക്കന്മാരാണ്. ഇപ്പൊ നമുക്കിവിടെ വലിയ വലിയ ഗുരുക്കന്മാരായിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. നമ്മുടെ ശ്രീ രവിശങ്കർ, മാതാമൃതാനന്ദമയി, സായിബാബ, പിന്നെ ഇപ്പൊ ജിഗ്ഗു വാസുദേവ്, അങ്ങനെ അനവധി ഗുരുക്കന്മാര് ഉണ്ട്. അവരുടെയൊക്കെ കീഴിൽ അനവധി സന്യാസി പരമ്പരകളാണ്. പല രീതിയിലാണ്. എല്ലാവരും സന്യാസ മേഖല തിരഞ്ഞെടുക്കുന്നൊന്നുമില്ല. വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അല്ലാത്തവർക്ക് ഈ രീതിയിൽ എടുക്കാം. ഇപ്പൊ ജഗ്ഗു വാസുദേവന്റെ എതിരെ കുറെ കേസുകളും കാര്യങ്ങളും പോയി, കോടതിയിൽ പോയി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ. ഇത് എല്ലാത്തിലും നടന്നു. ഓഷോ നല്ല ഗുരുവാണ്. ഓഷോയ്ക്ക് വേറെ അനവധി കേസുകൾ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങേരുടെ ഒരു രീതി വേറെയാണ്, ഇങ്ങേരുടെ രീതി വേറെയാണ്. ആരുടെ? നമ്മുടെ ജഗ്ഗു വാസുദേവന്റെ രീതി വേറെയാണ്, ശ്രീനാരായണ ഗുരുദേവന്റെ രീതി വേറെയാണ്. എല്ലാവരുടെയും രീതി വേറെയാണ്. പക്ഷെ ഇത് പൊതുസമൂഹത്തിൽ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ദൈവത്തെ കാണാം. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ മതി. അമ്മയുടെ രീതി പറയാവും, പിതാവിന്റെ രീതി പറയാവും, ഗുരുവിന്റെ രീതി പറയാവും. ഇത് മൂന്നും അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ ഏതൊരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ക കണ്ടോളൂ. അത് കൃത്യമായിട്ട്, അതിന് പിന്നെ പേടി പോകേണ്ട ആവശ്യമില്ല. ഇത് മൂന്നും അംഗീകരിക്കണം. കാരണം ഒരു മാതാവ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്, പിതാവ് എന്ന് പറഞ്ഞത് ഒരു പുരുഷനാണ്, ഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഈ ഏതൊരു വ്യക്തികൾക്കും
എനിക്ക് കിട്ടിയ അച്ഛൻ എല്ലാവർക്കും കിട്ടില്ല, എനിക്ക് കിട്ടിയ അമ്മ എല്ലാവർക്കും കിട്ടില്ല. ഈ 2 പേരിലൂടെ ഉണ്ടായത് ഞാനും എൻ്റെ പെങ്ങളും. അതേപോലെ എനിക്ക് ഒരുപാട് റിലേഷൻസ് ഉണ്ട്, അവർക്ക് ഒക്കെ അച്ഛനമ്മമാരുണ്ട്. നല്ല പതിവ്രതകളായ അമ്മ അച്ഛന്മാര് നമ്മുടെ ഫാമിലിയിലുണ്ട്. പതിവ്രത എന്ന് പറഞ്ഞാൽ ഒന്ന് അത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒറ്റൊന്ന്. അങ്ങനത്തെ ഒരുപാട് വ്യക്തികൾ. ഭർത്താവ് മരണപ്പെട്ട ശേഷവും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന വിധവകളും, ഭർത്താവിനോട് കൂടി ജീവിക്കുന്ന നല്ല നല്ല ഭാര്യമാരും ഒക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പച്ചയ്ക്ക് കാണാം. അപ്പൊ ഞാന് ഇതില് അച്ഛനാവുന്നില്ല, അമ്മയാവുന്നില്ല, ഗുരു ആവുന്നില്ല, ഒരു സാധാരണ ഒരു നിരീക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു നിരീക്ഷണം വെച്ച് നോക്കുമ്പോൾ അനവധി ആളുകൾക്ക് അനവധി മക്കളുണ്ട്. അവരൊക്കെ അവസാനം ഈ സ്റ്റേജിലേക്ക് എത്തണം. കാരണം ഇന്ന് എനിക്ക് അച്ഛനില്ലാതായിട്ട് 5 വർഷം. പിന്നെ അമ്മ ഇപ്പൊ നിലവിലുണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ട് പോണം, ഞാൻ ജീവിച്ചു പോണം. ഇന്നലെ ഞാനൊരു യാത്ര ചെയ്തു, ഒരു വലിയൊരു യാത്ര തന്നെ. വൈകുന്നേരം പോയി നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിന്റെ വീടുകളിലൊക്കെ പോയി. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം തന്നെ ഞാനിപ്പോൾ ഈ കേസ് കൂട്ടം, പിന്നെ അതുപോലെ ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, അതിലൊക്കെ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിരുന്നതുകൊണ്ട് ഫാമിലിയില് കുറേ വ്യക്തികളുടെ കുറേ വീടുകളിലേക്ക് എനിക്ക് പോകാൻ സമയം കിട്ടിയില്ലായിരുന്നു. എന്ന് കരുതി അവിടെയൊക്കെയുള്ള ഓരോരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അമ്മ പോകാറുണ്ട്. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ പോയി അറ്റൻഡ് ചെയ്ത് വരാറുണ്ട്. പറ്റാത്തതാണെങ്കിൽ നമ്മൾ ബിസി ചെയ്യാമല്ലോ, കോടതി കേസ്, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ ബിസി ആവുമ്പോൾ. കാരണം എനിക്ക് ഒരു വലിയ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ക്ലിയർ ആക്കണം. ഇന്ന് എല്ലാ റിലേറ്റീവ്സിനും ആവശ്യം ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മെസ്സേജൊക്കെ അയച്ച്. പിന്നെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നല്ലൊരു ശതമാനം റിലേറ്റീവ്സ് ഇടയ്ക്ക് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ കാണുന്നുണ്ടോന്ന് വെച്ചാൽ അവർ കാണുന്നുണ്ട്, ഞാൻ അവരെ കാണാത്തത് എൻ്റെ കുഴപ്പമില്ല. ഓൺലൈനിൽ നിന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഓക്കെ. ഇന്നലെ ഞാൻ ഇട്ടുപോയ ഒരു ടീഷർട്ട്, ഇതൊക്കെ ഇട്ടിട്ട് നീ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തരും, അത് അമ്മയാണ് കേട്ടോ, ഒരു അമ്മയാണ് എന്നോട് സംസാരിച്ചത്. അങ്ങനെ അവർ ഓരോരുത്തരുടെയും വാച്ചിങ് പവർ, നിരീക്ഷണ രീതി വ്യത്യസ്തമായിരിക്കും. മാതാ പിത ഗുരു ദൈവം എല്ലാവർക്കും ഇതുണ്ട്. പക്ഷെ ദൈവം ഒന്നേ ഉള്ളൂ. മാതാവും പിതാവും ഗുരു വേറെ വേറെ രീതിയിലായിരിക്കും ഓരോരുത്തർക്കും കിട്ടുക. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ മനസ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട സാഹചര്യങ്ങൾ വരിക. ഈ 3 എണ്ണത്തിലേക്ക്. എനിക്കൊരു അച്ഛനെ കിട്ടി, ഒരമ്മയെ കിട്ടി, അത് എൻ്റെ തീരുമാനമല്ല, എന്നാലും അത് എന്നിലേക്ക് വന്നു ചേരുന്നു. അപ്പൊ എൻ്റെ കഥ ഇങ്ങനെ മുന്നോട്ട് പോയി എന്നെ എവിടേക്ക് എത്തിക്കണം എന്നുള്ളത് ദൈവത്തിനറിയാം. ആ ദൈവം ആണ് ഈ രീതിയിൽ ഇപ്പൊ ഇത്ര വർഷം അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അതിൻ്റെ ഇടയിൽ അച്ഛൻ മരണപ്പെടുന്നു, ഇനി കുറെ കഴിഞ്ഞാൽ അമ്മ മരണപ്പെടും. അത് കഴിഞ്ഞാൽ എനിക്ക് തലമുറകൾ ജനിക്കണോ വേണ്ടേ, അതൊക്കെ അങ്ങേര് തീരുമാനിക്കും. കാരണം ഇപ്പൊ കേസും കൂട്ടമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി എത്ര വർഷം, 20 വർഷമാണ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള ഭാര്യ എന്നെ നടത്തിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്, കോടതി വഴി. അപ്പൊ എനിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ, ആ തീരുമാനം വെച്ച് അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതും, പിന്നെ ദൈവത്തിന്റെ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ, അതും നമുക്കിങ്ങനെ. ഞാനതൊക്കെ വെച്ചിട്ടാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം തുടങ്ങിയത് തന്നെ. ആ ഒരു കേസ് കിട്ടിയപ്പോഴാണ് ശരിക്കും സംസാരം തുടങ്ങിയത്. പിന്നീട് അല്ലറ ചില്ലറ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ ബ്രഹ്മകുമാരീസ് മീറ്റപ്പ് ആണെങ്കിൽ ഒരു കണക്കുമില്ല, ഞാനത് പ്രത്യേകം പറഞ്ഞു. അപ്പൊ ഇന്നലെ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു തെറ്റിദ്ധാരണ. അപ്പോ നമ്മളൊരു ആള് ചോദിച്ചു, നിങ്ങളപ്പോ ബ്രഹ്മകുമാരീസ് പക്ക വിട്ടോ? ഇല്ല. കാരണം യൂട്യൂബ് വഴി കാണുന്ന ചില ആളുകൾക്ക് എന്താണ് ഇതെന്ന് മനസ്സിലാക്കണ്ടേ. ഒന്ന് പക്ക നിരീക്ഷിക്കണം, അതൊന്നും നിരീക്ഷിക്കണമൊന്നുമില്ല. അവനൊന്ന് കാണാം, ജസ്റ്റ് ഒന്ന് നോക്കും,
അടിച്ചു, അടുത്തത് സ്ക്രോൾ ചെയ്തു. ഇതൊരു രസം വേണം. ഒന്നുകിൽ നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും. ഞാൻ എന്താണോ പറയുന്നത്, ഇപ്പൊ എന്നോട് വേറൊരു വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നീ പറയുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നീ ആക്ട് ചെയ്യണം. ഞാൻ എൻ്റെ രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ രീതി എന്ന് പറയുമ്പോൾ ആ രീതിയിൽ എങ്ങനെയൊക്കെ നീ കുറെ യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ യാത്രകളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. യാത്രാ സമയത്ത് എന്നും ഈ പറമ്പ് തന്നെ ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് എനിക്കും താല്പര്യമില്ല. നല്ലൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടുന്ന് പോസ്റ്റ് ചെയ്യും. അപ്പൊ കുറച്ചും കൂടെ വൃത്തിയിൽ കാണുമ്പോ അപ്പോഴും ചിന്ത നേരെ അതിലേക്ക് പോകും. പിന്നെ ചിലരുണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന പരിപാടി. ഈ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ രസമുണ്ട്. രണ്ടു കൂട്ടരും ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഇന്നലെ യാത്ര ചെയ്യുമ്പോ തന്നെ മൈൻഡ് ശരിക്കും ഡിസ്റ്റർബൻസ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ബാക്കിൽ ആളുകൾ പോകുന്നുണ്ടാവും, ചിലപ്പോൾ ഇതിലൂടെ ആളുകൾ വരുന്നുണ്ടാവും. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതങ്ങനെ തുറന്നു പറയും. മാതാ പിതാ ഗുരു ദൈവം, ഈ ഒരു വിഷയമായിട്ടാണ് ഞാനിപ്പോൾ ഇതിന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ അനവധി വിഷയങ്ങൾ ഒക്കെ കണക്റ്റഡ് ആണ്. എല്ലാം കണക്റ്റഡ് ആണ്. ഒന്നും കണക്റ്റ് അല്ലാത്ത സംഭവമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഒരു ധാരണ നന്നായിട്ട് ഭാരതീയൻ ഉണ്ടാവുന്നത് നല്ലതാണ്. എന്താ വെച്ചാല് കാലഘട്ടം അതിൻ്റെ രീതിയിൽ ഇങ്ങനെ കറങ്ങി പോയിക്കൊണ്ടേയിരിക്കും. ചില അമ്മമാർക്ക് വയ്യാതെയാവും, സംഭവിക്കുന്നുണ്ട്. അതിപ്പോ നാളെ അച്ഛന്മാരില്ലാതെയാവും, വയ്യാതെയാവും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യും. അച്ഛന് വയ്യാതെ, ഇപ്പൊ എൻ്റെ അച്ഛന് വയ്യാതെ, അപ്പൊ ഞാനത് ഉൾക്കൊണ്ടു. ആൾക്ക് വലിയ രസം തന്നെ വന്നു, വേണ്ട രീതിയിലുള്ള ചികിത്സയ്ക്കും കാര്യങ്ങളും. ആ സമയത്ത് എനിക്ക് വന്ന കുറേ ഏതൊക്കെയാന്നുള്ളത് നമ്മൾ അത് ഏതൊരു വ്യക്തിക്കും വ്യത്യസ്തമായ രീതിയിലേക്ക്. അതിന് അമ്മയ്ക്ക് വയ്യാതെയായിട്ട് ആ രീതിയിൽ അപ്പൊ എന്ത് നമ്മൾ ചെയ്യണം? അത് മറ്റുള്ളവരുടെ അമ്മമാർക്ക് വയ്യാതാവുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാം, ഒരു സഹായം കൊടുക്കാം. എനിക്ക് ഒരു റിലേറ്റീവ്സിൽ അവരുടെ അമ്മയ്ക്ക് വയ്യാതെ കുറെ വർഷങ്ങളായിട്ട് വയ്യാതെ കിടക്കല്ല, അങ്ങനെയുള്ള ഒരു അമ്മയെ കാണാനും കൂടെ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് ഇന്നലെ പോയത്. അപ്പൊ ആ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അമ്മായിയെ കണ്ടു. അവർക്ക് എന്നെ കൊണ്ട് എന്താണോ കൊടുക്കാൻ പറ്റുക ജസ്റ്റ് ഒന്ന് കാണാൻ പോവുക, അല്ലാതെ കൂടുതലായിട്ട് നമുക്ക് അവിടെ, കാരണം അവര് വേണ്ട രീതിയിലുള്ള പരിചരണങ്ങളും കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ കൂടുതൽ നമ്മളുടെ വകുപ്പിൽ ഉപദേശങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അവർ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ്, അവരുടെ അച്ഛൻ, അവരുടെ മക്കളും എല്ലാവരും. അപ്പൊ ആ രീതിയിൽ പിന്നെ വിദ്യാഭ്യാസം ഉള്ളവരുടെ അടുത്തേക്ക് കൂടുതലായിട്ട് പോയിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവർ എന്തെങ്കിലും ഉപദേശമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ജസ്റ്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞു വിടുക. ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിലൊക്കെ എങ്ങനെ ചെയ്യുന്ന എൻ്റെ ഒരു കാര്യം ഒന്ന് നിരീക്ഷിക്കുക. ഞാൻ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ, ഞാനിപ്പോൾ പറഞ്ഞ ഈ മാതാപിതാ ഗുരു ദൈവത്തെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ ചെറിയൊരു വിഷയമാണെന്ന് തോന്നുകയാണെങ്കിൽ വിട്ടേക്കുക. അതല്ല അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാമ്പുണ്ട് എന്ന് തോന്നുന്നവൻ ഒരു വട്ടം കേട്ടാൽ പോരാ. അപ്പൊ ഞാന് ഇതിൽ അനവധി വീഡിയോസ് പോസ്റ്റ് ചെയ്തു. ദിവ്യ ബുദ്ധി, മാതാപിതാ ഗുരുദേവ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ പ്രകൃതി ചികിത്സയുടെ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നാച്ചുറോപ്പതി, ഇപ്പൊ നമ്മൾ സാത്വിക ഭക്ഷണം എന്ന രീതിയിൽ കുറച്ച് പോസ്റ്റ് ചെയ്തു. പിന്നെ ഈ വ്യായാമം, യോഗ, ഇതൊക്കെ ചെയ്തു തരാം. എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യോഗ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ചെയ്യാത്ത സംഭവം ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യം ശരിയല്ല. പക്ഷെ യോഗ ഞാനൊന്ന് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം ഇപ്പം ഇല്ല. കാരണം ഓൾറെഡി ഫിറ്റാണ്. എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇച്ചിരി യോഗ ഒക്കെ ചെയ്യുമ്പോൾ അതൊന്ന് യോഗ ചെയ്യാൻ പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഞാനൊരു യോഗ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ കണ്ടു. നല്ല ഫിറ്റായിട്ട് നല്ല രീതിയിൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ നോർത്ത് എവിടെയാണ്, ഇനി അതോ വിദേശിയാണോ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് കാണുന്നുണ്ട് നമ്മളെ ആളുകൾ. അതായത് സ്ത്രീകളുടെ ഇതിനോട് കുറച്ചൊരു കമ്പം കൂടുതലും പുരുഷന്മാർക്ക് ഉണ്ടാവും.
അതാണ് മെയിൻ. അല്ലാതെ നേരെ മറിച്ച് അതൊരു എന്നെ പോലത്തെ ഒരു താടിക്കാരൻ ഇച്ചിരി നല്ല രീതിയിലൊക്കെ യോഗ ചെയ്തു കഴിഞ്ഞാൽ അതിന് വ്യൂവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഞാനൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെ മറിച്ച് ചെയ്താലും അത് ഒന്ന് കാണാനായിട്ട് അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ടാവും. അത് തെറ്റാണ്. യോഗ എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് കാണിച്ചു കൊടുക്കുന്നത് അവരുടെ ഓരോരോ രീതികളും വാച്ച് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും, പല വ്യക്തികളും. നല്ലൊരു ശതമാനം കേട്ടോ. ഇനി ആ രീതിയിൽ കാണണമെങ്കിൽ അതിനുള്ള സൗകര്യം വേറെ ഉണ്ടല്ലോ. യോഗയിലൂടെ തന്നെ പോയിട്ട് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഓരോ വ്യക്തികളുടെയും ശരീര സൗന്ദര്യത്തെ ആസ്വദിക്കാൻ വേണ്ടി, അത് പുരുഷൻ്റെത് സ്ത്രീയും കാണുന്നുണ്ട്, സ്ത്രീയുടേത് പുരുഷനും കാണുന്നുണ്ട്. ആ രീതിയിലേക്ക് ഇന്ന് യൂട്യൂബുകളും മറ്റ് ചാനൽ ഏതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ വലിയൊരു വരുമാനം അതുമായി എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പൊ ചെയ്തു വെച്ചിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മുടെ മലയാള സിനിമകളിൽ ഉൾപ്പുളകത കൊള്ളിച്ചേർന്നാണ് സിനിമകൾ. ഇന്നിപ്പോ അങ്ങനെ ഇല്ല. ഇന്നിപ്പോ ചില സിനിമകളിൽ കുറെ അധികം ക്രൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബോർഡ് വെക്കുന്നുണ്ട്. ബോർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടൻസുള്ളിയാണ്. ഈ അടൻസുള്ളി കാണുന്നതിൽ വെറും ഇത് മാത്രല്ല, അവിടെ ശരീരശാസ്ത്രം മാത്രല്ല, അതിൽ ക്രൈംസും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതിൽ കൂടുതൽ ക്രൈംസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന പല സിനിമകൾക്കും സർട്ടിഫിക്കേഷൻ കൊടുക്കണം, ബോർഡായിട്ട് കൊടുക്കണം. അപ്പോൾ അതല്ല ഏറ്റവും ബെറ്റർ. അവരാ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് പോസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പൊ എമ്പുരാനാണെങ്കിലും ശരി, ഇപ്പൊ മറ്റേ മാർക്കോ അതുപോലെ ഇനി ഏതൊക്കെ പടങ്ങളിൽ ഉണ്ടോ അവരത് മാക്സിമം അത് അവരുടെ ഒരു രീതിയിൽ അവരത് ചെയ്യട്ടെ. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റുമായിട്ട് അവരത് പോസ്റ്റ് ചെയ്യട്ടെ. കുടുംബത്തോടെ കാണാൻ താല്പര്യമുള്ളവർ അങ്ങനെ പോയി കാണട്ടെ, അല്ലാത്തവർ അത് ആണെന്ന് മനസ്സിലാക്കിയിട്ട് കാണട്ടെ. ആവുമ്പോ അതാവുമ്പോ സർട്ടിഫിക്കറ്റ് ആവുമ്പോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന യവന്മാരാണല്ലോ. അപ്പൊ ആ രീതിയിൽ അത് അവർ കൊടുക്കാനും അതിന് ജനങ്ങൾ സ്വീകരിക്കുന്നത് വേണ്ട. അപ്പൊ അതിൽ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊക്കെ പാൻ ബോർഡിൽ വന്നിട്ട് അതിന് വലിയൊരു സ്വീകരണം ഉണ്ടാവുമല്ലോ എന്ന്. പതേർ പാഞ്ചാലി എന്ന് പറഞ്ഞൊരു പടമാണ് നമുക്ക് സത്യജിത് റേയുടെ എന്തോ ഒരു ഇതിലൊക്കെ വന്നിട്ടുള്ളൊരു പടമാണ്. അതിൽ അദ്ദേഹത്തിന്റെ കുറെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. അന്നൊന്നും ഈ ചോദ്യം ചെയ്യലും പിടിക്കലൊന്നും ഇല്ല, കട്ടിങ് ഉണ്ട് സിനിമാ തിയേറ്ററുകളിൽ മാത്രം. തിയേറ്റർ ഉടമയ്ക്ക് ഇഷ്ടമില്ലാത്ത സീനുകളായിരുന്നു പണ്ട് കട്ട് ചെയ്ത്. ഇന്നിപ്പോ അതിന് പറ്റൂലല്ലോ. തിയേറ്റർ ഉടമയുടെ അടുത്തേക്ക് ഇത് എത്തുന്നില്ലല്ലോ, റീൽ എത്തുന്നില്ലല്ലോ, നേരെ ഓൺലൈൻ വഴിയല്ലേ എത്തുന്നു. ഒരു തിയേറ്ററിലും ഒന്നും കട്ട് ചെയ്യാനുള്ള ഇതില്ല. അപ്പൊ അതിനാണ് ഇന്ന് ജനങ്ങൾ കൂടി പിടിക്കുന്നത്. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല. തിരൂര് ഏരിയയിൽ കളിക്കുന്ന സിനിമ അവിടെയുള്ള തിയേറ്റർ ഉടമ അവിടുത്തെ ആളുകൾ കണ്ട് വിലയിരുത്തി അവർ തീരുമാനിക്കും എന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം, അതൊക്കെ നമ്മുടെ പൊതുജനത്തിന് കണ്ണൂരാണെങ്കിൽ അവിടെ അങ്ങനെ മറ്റുള്ളടത്ത്. അപ്പൊ അവർ തന്നെയാണ് അതാത് സ്ഥലങ്ങളിലേക്ക് അത് പ്രചരിപ്പിച്ച് അത് മോശമാണെങ്കിൽ മോശം വേഗം കട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതൊക്കെ ഇന്നങ്ങനെയല്ല. ഇന്ന് സിസ്റ്റം മുഴുവൻ ഓൺലൈനാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ ഇവന്മാർക്കൊക്കെ അച്ഛനും അമ്മയുണ്ട്. ഈ സിനിമ കാണുന്നവനും പ്രൊഡ്യൂസ് ചെയ്യുന്നവനും അഭിനയിക്കുന്നവനും എല്ലാവർക്കും ഉണ്ട്. വലിയൊരു വിഷയം, നന്നായി ചിന്തിക്കേണ്ട വിഷയം. പോലീസിനും കളക്ടറിനും പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും എല്ലാവർക്കും അച്ഛനമ്മമാര്. പിന്നെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഉപദേശം കൊള്ളാം വർമ്മ സാറേ. അങ്ങനെയല്ല, ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ എന്റെ തന്തയല്ല എന്റെ തന്ത. ഇത് പറഞ്ഞാൽ മതി, എല്ലാരോടും അത് പറഞ്ഞാൽ മതി. വളരെ സിമ്പിൾ അല്ല. ലാലേട്ടൻ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ പോലെ. എന്താ പ്രശ്നം? വേറെ സിനിമയിലുള്ളതാണ്. ഓരോരുത്തരുടെ തന്തയും തള്ളയും വ്യത്യാസം ഉണ്ടായിരിക്കും. തന്തയും തള്ളയും ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല വാക്കാ. തമിഴില് മാതാവിന് അമ്മയ്ക്ക് പറയുന്ന സംഭവം. എന്നാ ഇവിടെ മലയാളത്തിലോ തള്ളയ്ക്ക് വിളിച്ചു എന്നേ പറയൂ. തള്ളയാണ് ശരിക്കും തള്ള, തന്ത. അത് നല്ല വാക്കാണ്. ഇവിടെ അത് വിളിച്ചു കഴിഞ്ഞാല് വിഷയം മാറി. അപ്പൊ മാതാ പിതാ ഗുരു ദൈവം അനവധി പര്യായപദങ്ങളുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു എന്ന് വെച്ചിട്ടൊന്നും ഒരു പ്രശ്നം വരില്ല. ഇത് സത്യമാണ്. ലാലേട്ടൻ ആ വാക്ക് കേട്ടോ, സെൻസർ ബോർഡ് കട്ട് ചെയ്യാത്ത വാക്കാണത്. തന്റെ തന്തയല്ല എന്റെ തന്ത. കണ്ടോ, ആ തന്ത എന്ന വാക്കിന് അവർ കൊടുക്കുന്ന ബഹുമാനം, നമ്മുടെ സെൻസർ ബോർഡ് കൊടുക്കുന്ന ബഹുമാനം. അതുകൊണ്ടല്ലേ ലൂസിഫറിൽ
ആ വാക്ക് കട്ട് ചെയ്യാഞ്ഞത്. അത് ഗംഭീര ഡയലോഗ്